തമിഴ്നാട് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സഖ്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ മാറിയേക്കാം. ഇപ്പോൾ കേരളത്തിലെ പോലെ തന്നെ ഒരു അപ്രമാദിത്വം അവിടെയും തമിഴ്നാട്ടിലും ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. AIADMKയും DMKയുമായി കമ്പയർ ചെയ്യുമ്പോൾ 119 സീറ്റ് AIADMKയ്ക്കും 103 മുതൽ 113 അതായത് 107ലേക്ക് DMK ചുരുങ്ങിയേക്കാം എന്നാണ് വോട്ട് വൈബിന്റെ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. വിജയുടെ പാർട്ടി 4 മുതൽ 10 സീറ്റുകൾ വരെ നേടും. 14.8% വോട്ടുകൾ നേടിയാണ് വിജയുടെ പാർട്ടി അവിടെ ഡിസൈഡിംഗ് ഫാക്ടർ ആകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വനിതകളുടെ വോട്ടിൽ 18% വോട്ടുകൾ TVKയ്ക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഒരു കണക്ക് കൂടിയുണ്ട്. പുരുഷന്മാരെക്കാൾ TVKയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്. വിജയ് ഫാൻസ് അവിടെ ഡിസൈഡിംഗ് ഫാക്ടർ ആകുന്നു എന്നുള്ളതാണ് വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജേക്കബ് ജോർജ് കൂടിയുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, കേരളത്തിൽ UDF സർക്കാർ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ അനുസരിച്ചാണെങ്കിൽ 90 വരെ എത്താം. വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ചാണെങ്കിൽ 75 എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ 80 വരെ UDFന് എത്താം എന്നുള്ളതാണ്. എല്ലാ എക്സിറ്റ് പോളുകളിലും BJPക്ക് സീറ്റ് പറയുന്നുമുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവേ UDFന് അനുകൂലമായ ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. എത്ര കണ്ട് ഭൂരിപക്ഷം UDF ജയിക്കുകയാണെങ്കിൽ അവർക്ക് എത്ര കണ്ട് ഭൂരിപക്ഷം കിട്ടും. മിക്ക സർവേകളിലും കാണുന്നത് UDFന് ഒരു മിനിമം ഭൂരിപക്ഷം 5 മാക്സിമം 70 മാക്സിമം 80 വരെ, കൂടിയാൽ ഏറിയാൽ 80 വരെ. അതിനപ്പുറത്തേക്ക് പറ്റുള്ള പ്രവചനവുമുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇടതുപക്ഷത്തിന് അത്ര കണ്ട് കുറയാൻ പറ്റത്തില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു മിനിമം 65-70 വരെ എത്താം എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടും നമ്മളൊക്കെ നേരത്തെ ഞാനൊക്കെ പലതവണ അഭിപ്രായപ്പെട്ടിരുന്നത് ശക്തമായ 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. അത് ഈ വോട്ടെടുപ്പിലല്ല, വോട്ടെടുപ്പിൻ്റെ സർവേയിൽ തെളിയുന്നുണ്ട്. 2 കക്ഷികളും മുന്നിലിങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും 2 കക്ഷികൾ, കേരളത്തിലെ 2 കക്ഷികൾ, ഇടതും വലതും, ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നിൽ നിൽക്കുമ്പോൾ, ശക്തമായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ BJP സ്വയം താണു പോകും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ BJPയുടെ ടോൾ ക്ലെയിംസ് ഒന്നും വരുന്നില്ല. 2 സീറ്റ്, മാക്സിമം 2 സീറ്റ്, അല്ലെങ്കിൽ പിന്നെ 3 or 4, ചില സർവേയിൽ മാത്രം 7 വരെ കാണുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഇത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അത് എത്ര കണ്ട് ശരിക്കുള്ള ഫലമായിട്ട് എത്ര കണ്ട് വരും എന്ന് പറയാൻ പറ്റത്തില്ല. എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത് LDF അടിപതറി പോകുമെന്നുള്ളതല്ല, അല്ലേ? അല്ല. നെക്ക് ടു നെക്കാണ് പല സർവേകളും പ്രവചിക്കുന്നത്. നെക്ക് ടു നെക്കാണ്. പക്ഷേ അത് ഒരു തൂക്കുമന്ത്രിസഭയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു മിനിമം എഡ്ജ് ജയിക്കുന്ന കക്ഷിക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശരി, ശ്രീ CK ഷാക്കിർ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? ഒരു സർവേ മാത്രമാണ് 90 സീറ്റ് UDFന് പറയുന്നത്. ബാക്കി സർവേകളിലൊക്കെ കഷ്ടിച്ച് കടന്നുകൂടുമെന്നാണ്. അല്ല, നമ്മളുടെ ഒരു പ്രതീക്ഷ 100 സീറ്റ് വരെ UDF നേടി അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അതായത് ഓക്കെ, താങ്ക് യു. അതായത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും ശരിയാവാറുണ്ട്, ചില സമയങ്ങളിൽ തെറ്റാവാറുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ, UDFന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. എനിക്ക് വളരെ വിനീതമായി ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പ്, ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ പലരും വിലയിരുത്തുന്നു ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് UDFലേക്ക് പോയി എന്നുള്ളത് വളരെ വലിയ വിഡ്ഢിത്തമാണ്. ജനാധിപത്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന, അപമാനിക്കുന്ന ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റാണ് പലരും ഈ രൂപത്തിൽ വിലയിരുത്തി നടത്തുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എങ്ങോട്ടായാലും ശരി, അത് മതങ്ങളുടെ പേരിൽ ചാർത്തി വെക്കരുത് എന്ന് വളരെ വിനീതമായി മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും പല മാധ്യമങ്ങളും റിപ്പോർട്ടർമാർ ആ രീതിയിൽ ഇപ്പോഴേ വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, PDPയും SDPയും RSSും അതുപോലെ തന്നെ ഇസ്ലാമിനകത്തെ മതസംഘടന ചില ആളുകളും
വളരെ പരസ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവർക്ക് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റു പല സംഘടനകൾ ബിജെപിയുടെ തന്നെ ടി പി സെൻകുമാറിനെ പോലെ, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം ഒരു പ്രമുഖ സന്യാസി ഉൾപ്പെടെ ഈ മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഭാവിയിൽ ബിജെപി കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയൂ, UDF-നെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ LDF-ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അവരുടെ അന്തർധാര പരസ്യമായി പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്. എനിക്കിവിടെ ഈ സമയത്ത് നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന വിലയിരുത്തുന്ന സമയത്ത് പറയാനുള്ളത്, എക്സിറ്റ് പോൾ ഫലങ്ങളെ വിലയിരുത്തുകയാണെങ്കിലും ഇനി യഥാർത്ഥത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വിലയിരുത്തുകയാണെങ്കിലും ദയവ് ചെയ്ത് കേരളത്തിലെ വോട്ടർമാരെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. മതങ്ങളുടെ പേരിൽ മതത്തിന്റെ പേരിൽ ചാർത്തി കൊടുക്കരുത്. ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇത് ജനങ്ങളുടെ ഈ പിണറായി സർക്കാരിനെതിരെയുള്ള വിലയിരുത്താകും, ദുർഭരണത്തിനെതിരെയുള്ള വിലയിരുത്താകും, UDF ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിട്ടുള്ള ഈ പ്രകടന പത്രികയ്ക്കുള്ള അംഗീകാരമാകും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ മാർജിനിലായിരിക്കില്ല, ഏറ്റവും ചുരുങ്ങിയത് 90 സീറ്റുകൾക്ക് മുകളിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെയുള്ള ഒരു നിരീക്ഷണമാണ് നമുക്ക് ബൂത്ത് തലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ പൂർണ്ണമായും നമ്മളത് എന്താ പറയാ മുഖവിലേക്ക് എടുക്കുന്നത് ശരിയല്ല എന്നാണ്. നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ വോട്ട് പെട്ടിയിലാക്കി ഇപ്പൊ നമ്മൾ 4-ാം തീയതിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ഇത്രയും കാത്ത് നമുക്ക് 4-ാം തീയതി കൂടി കാത്തിരുന്ന ശേഷം പൂർണ്ണമായ ഒരു വിലയിരുത്തലിലേക്ക് പോകാമെന്നാണ്. എന്തായാലും കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ 10 കൊല്ലത്തെ പിണറായി ദുർഭരണത്തിനെതിരാണ്. ഇന്ന് പോലും നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത്, ഇപ്പൊ മിക്ക സ്ഥലങ്ങളിലും കറണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ്, വൈദ്യുതി പറയാതെ അപ്രഖ്യാപിത പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 4,000 രൂപക്ക് വാങ്ങി 25 കൊല്ലത്തേക്ക് കരാർ ഉറപ്പിച്ചിരുന്ന ഒരു വൈദ്യുതി കരാർ 14 രൂപക്ക് മാറ്റി പുനഃസ്ഥാപിച്ചിട്ട് അതിപ്പോ തിരിച്ചു കിട്ടാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കകത്തുണ്ടായിരുന്ന പ്രമുഖ ഉദ്യോഗസ്ഥർ പോലും വാർത്താ സമ്മേളനം നടത്തി അവർക്കെതിരെ പറയുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനെതിരെ നിഷ്പക്ഷമായിട്ട് ആളുകൾ മുഴുവൻ പരസ്യമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. PWD വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കനത്ത അഴിമതിയാണ് നടന്നത് എന്നും കോവിഡ് കാലത്ത് വലിയ കൊള്ള കേരളത്തിൽ നടന്നു എന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും UDF-ന് അനുകൂലമായി തന്നെ പ്രവചിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 90 സീറ്റ് വരെ പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ഏതായാലും LDF-ന് ഭരണ തുടർച്ച പ്രവചിക്കുന്ന ഒരു എക്സിറ്റ് പോളുകൾ പോലും, ഇതിനകം 7 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നത്, LDF-ന് ഭരണ തുടർച്ച പ്രവചിക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ്. അതേസമയം ഇഞ്ചോടിഞ്ച് പോരാട്ടം, നേരിയ എഡ്ജ് പലതും പറയുന്നു. BJP ഡിസൈഡിംഗ് ഫാക്ടർ ആകാൻ സാധ്യതയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് കടക്കണം. പ്രധാനപ്പെട്ട അതിഥികൾ ശ്രീ വേണുഗോപാൽ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ഷാക്കിർ എന്നിവർ കാത്തിരിക്കുന്നു. ശ്രീ സിബി സത്തനെയും അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.